നമ്മളൊരു ഐസ്ക്രീം ഒലിച്ചു പോയി ഗൈസ്. എഞ്ചിൻ തണുത്തപ്പോ എന്ത് സുഖം. ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും അർജുൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഞാനും അർജുൻ. അപ്പോൾ നമ്മൾ ഇന്നൊരു ടേസ്റ്റിംഗ് വീഡിയോ, അതായത് ഐസ്ക്രീമിന്റെ ടേസ്റ്റ്, വിവിധ ബ്രാൻഡുകൾ മേടിച്ച് അതിന്റെ ഒരു ടേസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ടേസ്റ്റ് ചെയ്യുന്നതിന് ഒരു ടേസ്റ്റ് ചെയ്യുന്ന രീതിക്ക്, ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രാൻഡുകൾ നമ്മളിവിടെ ചില്ലറിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അല്ലെങ്കിൽ അലിഞ്ഞു പോകും ഗൈസ്. കുറച്ച് നമ്മൾ വാങ്ങിക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് നമ്മൾ വാങ്ങി ഐസൊക്കെ വെള്ളടിക്കുന്ന കവറിന്റെ അകത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് കമ്പനിന്റെ കൂടി വാങ്ങാണ്ട് അപ്പൊ നമ്മള് പുല്ലാളൂർ പോയിട്ട് സാധനം കൂടി ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിട്ട് വരാം. നമ്മൾ ഇന്ന് പോണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർസൻ കണ്ടുപിടിച്ച ഒരു ഇടവഴി കൂടിയാണ് നമ്മൾ പോണത്. നേരെ മുന്നോട്ടേക്ക് നോക്കിയാൽ മതി. ഇതാണ് ടാർസന്റെ ഇടവഴി. സംഭവം എന്റെ വീട്ടിന്റെ ചോട്ടത്തെയാണ്. ചെവൻ താമസിക്കുന്നതിനെ കൊണ്ട് ടാർസൻ ആയതാണ്. ഞാൻ ഈ റൂട്ടിൽ ഒരു പുതിയ കാർ എടുക്കാൻ പോണ്ട് ഗൈസ്. ഈന്തപ്പനൊക്കെ ഉണ്ട്. പുതിയ കാർ എടുക്കാൻ പോണ്ട്. അതെ, മറ്റേത് എക്സ്പ്രസോ. അതെ, ഏത് ഈ രണ്ട് ബൈക്ക് ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവുന്ന ഇടവഴി കൂടെ എക്സ്പ്രസോ ഓടിക്കുന്ന പറയുന്നത്. അതെ, എങ്ങനെയുണ്ട്? ഇച്ചിരിയെങ്കിലും ബുദ്ധി ഇവനുണ്ടെങ്കിൽ മന്ദബുദ്ധിയിലെങ്കിലും വിളിക്കും. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം ഗൈസ്. ജസ്റ്റ് ഒന്ന് പോയി വരാം. ജോയിൻ്റെ തൽക്കാലം വാങ്ങാൻ ചെറുത് ജോയ്. അതാണ് മേടിച്ചത് എല്ലാതും. രണ്ടെണ്ണം വെച്ച് വാങ്ങാം. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ജോയിൻ്റെ രണ്ടെണ്ണം. വേറെ ബ്രാൻഡ് ഏതുണ്ടോ? വേറെ ബ്രാൻഡില്ല, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അത് കുറച്ച് പോലെ ജോയിൻ്റെ തൽക്കാലം എടുത്തത് രണ്ടെണ്ണം. ഓക്കെ, എന്നാ മേടിച്ചോ. 10, 10, 20 വേണ്ട. 10 റുപ്യ ഇല്ല, 50 റുപ്യ ഉള്ളൂ. ഓ, ചില ബ്രാൻഡുകളേ ഉള്ളൂ തോന്നുന്നു അല്ലേ? കുറച്ചുള്ളൂ. ബിസ്ക്കറ്റ് കമ്പനി ഓലൊക്കെ കുറച്ച് ചിക്ക് ചിക്ക് എടുക്കാതെ നക്കി തിന്നാൻ. കിട്ടി. ഒരു ചിക്ക് കൂടുതൽ എത്തിക്കുന്നു. ഓക്കെ, എന്നാ റെഡി ഗൈസ്. നമ്മള് പുഴേന്റെ കടവെത്തി. കടവില് ആരെങ്കിലും കുളിക്കുന്നുണ്ടാവോ? എന്താണ് കുളിസിയും പിടിക്കാൻ വന്നായി? നമ്മളീ പുഴയിൽ ഇറങ്ങി നിന്നിട്ട് പുഴയിൽ ഇരുന്നിട്ട് അവിടുന്ന് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതെ, വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ഐസ്ക്രീം തീറ്റ എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചു. എന്ത്, കുറച്ച് പിള്ളേർ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടോ, കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളിതാ ഇങ്ങനെ കടവത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് മറ്റേ നമ്മളെ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഐസ്ക്രീം ഒക്കെ ഇങ്ങേർക്ക് നീന്തൽ അറിയില്ല, അതോടെ പറയേണ്ട ആവശ്യമില്ല. മറ്റേ പുഴയിൽ ഇറങ്ങുന്ന വ്യക്തിയാണ്. അതോടെ പറയേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഇതെന്താ ഇനി ട്രിപ്പൊക്കെ പോകുന്ന ഇനി ഞാൻ പോയി വരാം. എന്നെ വല്ല ചാടക്കുഴി നോക്കിയാ മതി. ഈ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലടാ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങണേ. അതെ, അലർജി എനിക്ക്. എവിടെയായിരിക്കാം? അത് ഇവിടെ വെച്ചോ. നോക്കണേ അല്ല വായിക്കലാ ഗൈസ്. അപ്പൊ നമ്മളിതാ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ വെള്ളത്തിൽ ഇവിടെ സിറ്റ് ഇടണം. അതെ, ഇരിക്കണം. എഞ്ചിൻ തണുത്തപ്പോ എന്ത് സുഖം ഗൈസ്. പൊങ്ങിക്കിടക്കാണ് ഗൈസ്. മനസ്സ് നന്നായോണ്ട് അതെ, ഞങ്ങൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അല്ലാതെ വേറെ എല്ലാ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, നമുക്ക് എല്ലാ കമ്പനിന്റെ ഐസ്ക്രീം, ഒരുവിധം കിട്ടാവുന്ന എല്ലാ കമ്പനിന്റെ ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കുന്നു. അതിന്റെ ക്യാമറ ഉണ്ട്. ഐസ്ക്രീം വെള്ളത്തിൽ പോകുന്ന എനിക്ക് അയ്യോ ഒലിച്ചു പോവല്ലേ. പിടിച്ചേക്കാം, ഇത് പിടിച്ചേക്കണ്ടേരും ഗൈസ്. ഒഴിച്ചു പോവും. മൈക്ക് നോക്കണേ, മൈക്ക് തോട്ട് പോയ ചത്ത് ഗൈസ്. എല്ലാ ഐസ്ക്രീമും ആ ബോളാണ് റിസ്കില്. മറ്റേ അവിടെ നിന്നോളേ. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിട്ട് നമുക്ക് നേരെ അതാണ് അത് കുഴിയിലെ ഇറക്കിച്ചോ. അത് വല്ലാണ്ട് ഇളക്കണ്ട. അപ്പൊ പാത്രം എന്താ ജോയി, നമ്മള് ജോയിന്റെ ഉണ്ട്. ക്യാമറ ഇപ്പൊ തന്നെ അലിഞ്ഞിട്ട ഗൈസ്. ഐസിലിട്ടിട്ടായിരുന്നു എനിക്കൊന്ന്. അതാന്ന് തോന്നുന്നു യഥാർത്ഥ ഐസ്ക്രീം. അതെ, നോക്കണേ. നമുക്ക് 4 എണ്ണം വെച്ച് ടേസ്റ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് സ്പേസ് കുറവാ.
നീ ഏതാ കിവി ഉള്ളത്? കിവിയും കൂടിയേ ഉള്ളൂ. ആ 5 ഐസ്ക്രീമേ ഉള്ളൂ, നമുക്ക് കിവിയും കൂടി ഉള്ളൂ. കിവിയും കൂടി കയറും. അതും കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഗൈസ്. ഇത് ഇല്ല പിടിച്ചാർക്ക് എല്ലാടും ഇങ്ങോട്ടേക്ക് പോണ്. ബോളിനെ കൊണ്ടാണ് പ്രശ്നം ഗൈസ്. ഈ ബോൾ ശരിയില്ല, നമ്മൾ വെള്ളത്തിൽ ഇരിക്കാൻ പറ്റില്ല, പൊങ്ങി കിടക്കുന്നു. ബോളിനെ വേഗം ഒഴിവാക്കുക. ഗൈസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അതെ എന്താണ് ഹാങ്ങിയോന്റെ ഐസ്ക്രീമാണ് നമ്മൾ ആദ്യം. ഹാങ്ങിയോന്റെ ഹാങ്ങിയോ കാണിച്ചു തരാം. എവിടെ പോയി? പേരൊന്നും ഇല്ലടോ. ഹാങ്ങിയോ കാണുന്നുണ്ടോ? ഫോക്കസ് മറ്റേ മീന് കൊത്തുന്നടോ, പല്ല് കൊത്തുന്നത്. പിടി. ഹാങ്ങിയോന്റെ ബോൾ ഐസ്ക്രീം നമ്മൾ അത് ടേസ്റ്റ് ഒക്കെ വാനില ഫ്ലേവർ ആണ് നമ്മൾ വാങ്ങി. ഫുള്ള് വാനില ഫ്ലേവർ ആണ്. 10 റുപ്യ. ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പരിപാടിയാണ്. ഇങ്ങോട്ടേക്ക് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ടേസ്റ്റ് ചെയ്യണം. അതെ, ഒക്കെ 10 റുപ്യേൻ്റെ സാധനമാണ്. ഇത് വാനില ഫ്ലേവർ പക്ഷെ പറയാൻ പറ്റാത്തടത്തൊക്കെ വന്ന് കുത്തുന്ന മീൻ. വാനില ഫ്ലേവർ ഉണ്ട്, പക്ഷേ ഇത് പഞ്ചസാരയാണ്. പഞ്ചസാര കട്ട. ഹാങ്ങിയോ തോൽവിയാണ് കേട്ടോ ഗൈസ്. പറയുന്നത് എന്താ, വായിൽ വെച്ചപ്പോൾ തന്നെ ഇതുണ്ടോ എൻ്റെ മുഖം കണ്ടറിയില്ല തോൽവിയാന്ന്. അതല്ല, ഐസ്ക്രീം തോൽവിയാന്ന്. പോള പറ്റി കേട്ടോ. സ്ഥാനം പോരാണ്ട് നല്ലോണം അടിച്ച് കയറ്റുണ്ടല്ലോ. സോറി, ഐസ്ക്രീം അല്ലേ. ഇനി അതവിടെ വെക്കും. അല്ല വേണ്ടല്ലോ, തീർത്തിട്ട് തിന്നാലേ. തീർത്തിട്ട് തിന്നാ. ഞങ്ങൾക്ക് സ്ഥലമല്ല ഇവിടെ, അവിടെ ഞങ്ങൾ ഒന്നിരുന്ന് ഗൈസ്. മീൻ പല സ്ഥലത്തും കൊത്തുന്നുണ്ട്. എന്ത് കാല് ചോട്ടിലൊന്ന് കൊത്തുന്നു. ഞാൻ ഒരു വിധം അങ്ങനെ മീൻ ശരിയില്ല, സ്വഭാവം നന്നാണോ? മൂലസ്ഥാനത്തിൽ വന്ന് കൊത്തുന്നുണ്ട്. ഐസ്ക്രീം പോടാ കുരിപ്പേ വെള്ളത്തില്. ഇത് നമ്മള് തീർത്തത് ഇതിൻ്റെ ഒരു അന്ത്യല്ലേ. 10 രൂപയ്ക്ക് പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. കുടിച്ച് പറ്റിച്ച്. അയ്യോ പിടി അടുക്കടുക്ക് സമയമുണ്ട് അങ്ങനെ പോയിക്കോട്ടെ. നമ്മളൊരു ഐസ്ക്രീം അതാ പോകുന്ന ഒരു ഐസ്ക്രീം അതാ ഒളിച്ചു പോയി. അടുക്കത് ഞാൻ ഞാൻ പിടിച്ചു വരാം. അടുക്ക് പോയി. ഗൈസ്, നമ്മളൊരു ഐസ്ക്രീം ഒലിച്ചു പോയി ഗൈസ്. പക്ഷെ ഇതുവരെ ഇതിന്റെ ടിസ്റ്റ് എന്താ വെച്ചാല് ഇതുവരെ ഐസ്ക്രീം വെള്ളം തൊട്ടിയില്ല. അതാ നമ്മളൊരു ഐസ്ക്രീം ഒലിച്ചു പോയി ഗൈസ്. ഭാഗ്യത്തിന് ബോൾ ഐസ്ക്രീമാണ് ഒലിച്ചു പോയത്, പക്ഷെ അതുകൊണ്ട് വെള്ളം തൊട്ടിയില്ല. വെള്ളം ഇല്ലല്ലോ. ഇതുണ്ട് ഗൈസ്, ഇതാ ബോൾ ഐസ്ക്രീം ഒലിച്ചു പോയി. നോട്ടെ സാധനം ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് പിടി. ഏതാ കമ്പനി? ഇത് ബ്ലൂ ബൈറ്റ്സോ പീക്കോ എന്ന് പറഞ്ഞ കമ്പനിന്റെ ബ്ലൂ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് ഗൈസ്. ഇതും ബോൾ ഐസ്ക്രീം വാങ്ങി നമ്മള് വാനില ഫ്ലേവർ തന്നെയാണ് കേട്ടോ വാങ്ങി. അതെ, ഞാനില്ലായിരുന്നെങ്കിൽ അപ്പൊ അത് ഒലിച്ചു പോയാനെ. ബാലൻസ് കിട്ടില്ലടോ. ഞാൻ ഉണ്ടായതിനെ കൊണ്ട് ഒലിച്ചു പോയിരുന്നു. കൊണ്ടാ ഞാൻ തിന്നില്ല. ഇത് മറ്റേ വെച്ച് നോക്കുമ്പോ ഹാങ്ങിയോൻ ഐസ്ക്രീം വെച്ച് നോക്കുമ്പോ അല്ലേ മധുരം കുറവാ. മധുരം കുറവാണ്, വലിയ തരക്കേടില്ല എന്ന് പറയാം. പക്ഷെ ടേസ്റ്റ് ഇല്ല. എന്താ പറയാ, ഐസ്ക്രീം എന്ന് പറയാൻ ഒരു. അപ്പൊ നിങ്ങൾ ചോദിക്കൂ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വിടുന്നുണ്ടല്ലോ. പക്ഷെ ഐസ്ക്രീം അതിനെ കൊണ്ട് കളയാൻ മനസ്സ് വരുന്നില്ല. നമ്മളിവിടെ ഒരു പ്രത്യേക രീതിയിലാണ് വെള്ളത്തിലിരിക്കുന്നത്. ഓൻ കുത്തിരിക്കുന്ന ബീച്ചിൽ സായിപ്പ കുത്തിരിക്കുന്ന മുഖത്ത് ലൈറ്റ് അടിച്ചിട്ടാണെങ്കിൽ ഇതാണ് വെളുക്കത് അറിയുന്നത്. മുഖം കാണൂല എന്നെ. മതി ടേസ്റ്റ് പോരാ. നമുക്ക് അടുത്ത സാധനം ടേസ്റ്റ് ചെയ്ത്. വെള്ളമാണെങ്കിൽ ഇതിലിങ്ങനെ നമ്മൾ കുത്തിരിക്കുമ്പോൾ ക്യാമറയും പിടിച്ച് നമ്മളിവിടെ കുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ തോട്ട് പോകും. അതുകൊണ്ട് ഒരു ബാലൻസ് പിടിച്ച് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വെള്ളത്തിൽ. ഫിഷ്പാണ്, ഫ്രീ ഫിഷ്പാ, പൈസ ഒന്നും വേണ്ട. അതെ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് കിവിയിലേക്ക് കടക്കാം. ഓക്കെ, ഇതാ കിവി ഐസ്ക്രീമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അങ്ങനെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ ഇതിന് വേറെന്തോ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ. കിവി ഐസ്ക്രീമാ ഇല്ലേ? ഇത് വേറൊരു അല്ലേ, ഒരു മറ്റേ കറാമ്പട്ടൻ്റെയോ ഗ്രാമ്പൂൻ്റെയോ. അതെ സത്യം. അതെന്താ അങ്ങനെ ഒരു ഇത് കിവിൻ്റെ ഐസ്ക്രീമാണ് ഗൈസ്. കിവിൻ്റെ കപ്പ് ഐസ്ക്രീമാണ്. വാനില ഫ്ലേവർ ഉണ്ട്,
ടേസ്റ്റ് ഉണ്ട്. അതെ അതെ. ടേസ്റ്റിന്റെ ഒരു പക്ഷേ ഒരു കറാമ്പട്ടേന്റെയോ ഗ്രാമ്പൂന്റെയോ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. കിവിൻ്റെതാണ്, കിവിൻ്റെ കപ്പാണ്. അത് ക്ലിയർ ആവുണ്ടോന്ന് അറിയില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഇപ്പം പറഞ്ഞാൽ തന്നെ ഒരു കറാമ്പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ ഒരു പ്രത്യേക തള്ളിയിടല്ലേ വെള്ളത്തില്. പ്രത്യേക ഇത് മറ്റേ സാധനമല്ല, പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കന്തനുണ്ണായിപ്പായോ എൻ തങ്കവടി വേല. കോപ്പിറൈറ്റ് ഇടൂ. അതെന്തിന്? അല്ല പറയാൻ പറ്റൂലേ, ഞാൻ പാട്ട് പാടിയതിന്. മീൻ പോയി വെട്ടുണ്ടല്ലോ. ഈശ്വര, ആ വെട്ടൊന്നും വെട്ടുന്നോടത്ത് വെട്ടരുതേ. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള രണ്ട് വെച്ചിട്ട് കിവി സാധനം അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. അതെ, കമ്പയറിംഗ് ടു ദോസ്. അതെ, ഫസ്റ്റ് നമ്മൾ ചെയ്ത രണ്ട് വാനിലും വെച്ചിട്ട് കിവി എന്താ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. അതെ അതെ, അടിപൊളി സാധനം. പാടിച്ച് കുത്തിരിക്കുക. പിന്നെ അടുത്ത ടേസ്റ്റ്. അടുത്തത് നമുക്ക് ഇങ്ങോട്ട് നോക്കി. ജോയ് 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 ജോയിന്റെ കപ്പ് ഐസ്ക്രീമാണ്. പഴയ കമ്പനി കേട്ടോ ജോയ്. ജോയ് ഏതോ കാലുണ്ട്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കണേ. പഴയ കമ്പനിയാണ്. പോരാ, ഇത് 6 നമ്പറിന്റെ ചോയേ. നമ്മളെ ബേക്കറിയിൽ വാങ്ങുന്ന നുറുക്ക് പോലെ സാധനല്ലേ, അതിന്റെ ജോയ ഐസ്ക്രീമിന്. സത്യോ, അതെ. ഇത് എന്തൊക്കെ ടേസ്റ്റാ. ഒരു വാനില ഫ്ലേവർ, ഒരൊറ്റ ഐസ്ക്രീം. ഓരോ ഐസ്ക്രീമും ഒരു ഫ്ലേവർ നമ്മൾ വാങ്ങിയ പല കമ്പനീൻ്റെ ആണെങ്കിലും അമ്മാരി ചോയാണ്. എല്ലാ ഫ്ലേവർ അടിച്ചിട്ട് ഒരെണ്ണത്തിന് ഏലക്കായ ചോയ, അതെ, ഒരെണ്ണത്തിന് 6 നമ്പർ. ഇത് ഓരോ ഐസ്ക്രീമിനും ഇത് വാനില ഫ്ലേവർ എന്നിട്ട് പല ഫ്ലേവറായിട്ടാണ് ഞങ്ങൾ തോന്നുന്നു. ഓരോ കമ്പനിക്ക് ഓരോ ഫ്ലേവറാണ്. പിന്നെ ഇവർ വാനിലയെ കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ കിവി നല്ല നൈസായിട്ട്, ഇതും നൈസാണ്, പക്ഷെ വേറെ ചോയാന്നേ ഉള്ളൂ അല്ലേ? അതെ, വേറെ ചോയത്. അപ്പം അത് അവിടെ കഴിഞ്ഞ് കൊണ്ടാ അത് നമ്മൾക്ക് ഇവിടെ ഈ മാറ്റിയേക്കാം. കപ്പ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാണ്, പുഴയിലൊന്നും ഇടുന്നില്ല. ആദ്യം കണ്ടോളൂ, ഞാൻ പറയണ്ട. ഇനി നമ്മൾ ക്യാമറ ടേസ്റ്റ് ചെയ്യണം. ക്യാമറ അലിഞ്ഞു പോയി. ഇത് ഐസ്ക്രീം ആണെന്ന് തോന്നിട്ടോ ക്യാമറീൻ്റെ. അതെ, ഇതാണ് ഐസ്ക്രീം. നമ്മളെ പഴയ മേരി ബോയിന്റെ കമ്പനി കേരളം കാത്തിരുന്ന ഐസ്ക്രീം റിവ്യൂ ഇതാണ്. മനസ്സിലായോ? എന്താ ടേസ്റ്റ് ക്യാമറീന്റെ ഐസ്ക്രീം. നമ്മളെ കമ്പനി പ്രത്യേക അറിയിപ്പ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അതെ, 1.5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിന് ക്യാമറി പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നത് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ? അതെ, ഇതിൽ ഒരു പെയ്ഡോ കാര്യങ്ങളോ. നമ്മള് ഏറ്റവും ബെറ്റർ നയിച്ചുണ്ടാക്കിയ പൈസനെ കൊണ്ട് മേടിച്ച ഐസ്ക്രീമാണ്. ഓക്കെ, ഒരു ലിറ്റർ ഒക്കെ ആണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയുന്നത്. 10 റുപ്യേന്റെ ഐസ്ക്രീം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇതില് നമ്മളിപ്പോ ഒക്കെ ടേസ്റ്റ് ചെയ്ത്, നമ്മള് പീക്കോ ടേസ്റ്റ് ചെയ്ത്, ക്യാമറ ടേസ്റ്റ് ചെയ്ത്, കിവി ടേസ്റ്റ് ചെയ്ത്, സ്കൈ ടേസ്റ്റ് ചെയ്ത്, പിന്നെ ബോയിങ് എന്ന് പറഞ്ഞൊരു ഏതോ ബ്രാൻഡ്, അതെ, ഒരു ബ്രാൻഡ് ടേസ്റ്റ് ചെയ്ത്. അതെ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു, അല്ല, ഫിഫ്ത്ത് തുടങ്ങാം. നമുക്ക് ഫിഫ്ത്ത് തുടങ്ങാം. അതെ, ഫിഫ്ത്ത് പ്രൈസ് ഗോസ് ടു ബോയങ്ക. അതെ, 5ാം സ്ഥാനത്ത് ബോയങ്കയാണ്. 4th പ്ലേസ് ഗോസ് ടു, അതിന്റെ പേരെന്തേനു? പീക്കോ. ഓക്കെ, 3rd പ്രൈസ് ഗോസ് ടു മറ്റേ ഇപ്പൊ കഴിച്ച ഏതേനു? ജോയ് പഴയ ഐസ്ക്രീമാണ് കേട്ടോ. ജോയ്. 2nd പ്രൈസ് ഗോസ് ടു സ്കീ. ആൻഡ് അവർ വിന്നർ ഈസ്, അതെ, ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെള്ളത്തിന് ഐസ്ക്രീം കഴിക്കുന്ന ടെസ്റ്റിലെ വിന്നർ ക്യാമറയാണ്. വേറെ കുറെ ഐസ്ക്രീം ബ്രാൻഡ് ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയ നമ്മളൊന്ന് എടുത്ത 5 ഐസ്ക്രീം ബ്രാൻഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് വിന്നർ അനൗൺസ് ചെയ്യുമ്പോൾ മറ്റേ ക്ലാപ്പ് ഒക്കെ ആഡ് ചെയ്യണേ. നമുക്ക് ഇങ്ങനെ ക്ലാപ്പ് അടിക്കാം. എഡിറ്റിൽ മറ്റേ സാധനം. അപ്പൊ അതാ ക്യാമറയാണ് നമുക്ക് ഇന്ന് ചെയ്തതിൽ ഏറ്റവും ടേസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ഐസ്ക്രീം എന്ന് പറയുന്നത്. കാരണം ഇതിൽ വേറൊരു കാര്യമുണ്ട്. ബാക്കിയുള്ള ഐസ്ക്രീം നമ്മൾ ഐസിലിട്ട് നമ്മൾ ചില്ലറിലാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഇത് ബാക്കി ഒന്നും അലിഞ്ഞു പോയിട്ടില്ല. ഇത് പെട്ടെന്ന് അലിഞ്ഞ് വെള്ളമുണ്ട്. യഥാർത്ഥ മിൽക്കും അതിന് ക്രീം ഉള്ളതാണെന്ന് വിചാരിക്കും. നമുക്കിതിനെ കുറിച്ച് സത്യസന്ധമായിട്ട് അറിയില്ല. ഇത് കുടിച്ചോ, ഇതപ്പോ തീരും. ഒരു രക്ഷയില്ല. ഇവന്റെ അമ്മ അവിടെ മറ്റേ അക്ഷമയായിട്ട് കാത്തിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഐസ്ക്രീം റിവ്യൂ ചെയ്യാൻ. ഐസ്ക്രീം വെള്ളമായി ഉണ്ടാവും, ഞങ്ങൾ തുറന്നു വെച്ചോണ്ട്. പക്ഷെ വീട്ടിൽ പോകേണ്ട ഫ്രീസ് ആക്കിയിട്ട് ഒന്നും കൂടി വീഡിയോ എടുക്കണം ഷോർട്സിനായി. അപ്പൊ ഇന്നത്തെ നമ്മളെ വെള്ളത്തിന്റെ ഐസ്ക്രീം പരിപാടി
ഇനി 2 നീണ്ടിട്ട് വേണം വീട്ടിൽ നമുക്ക് വീട്ടിൽ പോവാൻ. വീട്ടിൽ ഇറച്ചിക്കറിയും ചോറൊക്കെ ഉണ്ടെന്നാണ്. നല്ലോണം നീന്തി കഴിഞ്ഞാൽ വിശക്കും. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒന്ന് നീന്തിയിട്ട് ബാക്കി വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് അടിച്ച് പരിപാടി ഏൽപ്പിക്കാം. അപ്പൊ നമുക്ക് നേരെ നീന്തൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം.